നമ്മുടെ ഈ മഹാകാളി ഹീലിങ്ങിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അത്ഭുതകരമായ ഒരു അനുഭവത്തെ പറ്റി പറയുകയാണ്. അത് ഒരനുഭവമല്ല, രണ്ടനുഭവം ഉണ്ടായി. രണ്ടുപേര് അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ടുപേരുടെ അനുഭവങ്ങൾ. അതായത് ഒരു ശത്രുബാധ മാറ്റാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് രണ്ടുപേരും. ഒരാൾ പുറത്തുള്ളതാണ്, ഒരാൾ നമ്മുടെ കേരളത്തിലുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം ആളുകളുടെ പ്രൈവസി പോകുന്നുണ്ട്. അപ്പോൾ ഇവർ വീഡിയോ കോളിലാണ് നമ്മൾ രണ്ടുപേരും ചെയ്തത്. വീഡിയോ കോളിൽ വന്നിരുന്നു. അപ്പോൾ ആദ്യത്തെ ആളുടെ കേസ്, വിദേശത്തുള്ള ആളുടെ കേസ് ഞാൻ പറയാം ആദ്യം. ഇദ്ദേഹം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡള്ളായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, സാമ്പത്തിക ബ്ലോക്ക്, എല്ലാ വിഷയങ്ങളൊക്കെ ആയിട്ട് ബ്ലോക്കായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ കുറേ ദിവസമായി പുള്ളി വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കൊടുക്കാനായിട്ട് ഇവിടെ തിരക്ക് കാരണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയിൽ ഞാനൊരു സമയം കൊടുത്തു, പുള്ളി വിളിച്ചു. ഇവിടുത്തെ അവിടുത്തെ സമയങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമ്മളുടെ ഹീലിംഗ് തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് തുടങ്ങിയൊരു 10 മിനിറ്റ് കഴിഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ പറ്റും സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പോയിട്ട് വൊമിറ്റ് ചെയ്തു. ഈ വൊമിറ്റ് ചെയ്ത സമയത്ത് വൊമിറ്റ് ചെയ്തിട്ട് ഇയാൾ ആദ്യം വൊമിറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇയാൾക്ക് എനിക്ക് ഭയങ്കര ആശ്വാസമായി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഞാൻ വൊമിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു കുങ്കുമത്തിൻ്റെ കളറിലുള്ള എന്തോ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ പുള്ളി മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി പറഞ്ഞു, സാറേ അത് ബ്ലഡ് അല്ല സാറേ, എനിക്ക് ബ്ലഡ് ഉണ്ടറിയാം, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷേ അത് ബ്ലഡല്ല, വേറെ എന്തോ ഒരു സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമല്ല, അത് കൈവിഷമാണ് സാധനം കൊടുത്തേക്കണം, ഒരാൾ കൊടുത്തേക്കണമാണ്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അതിന് കളറൊന്നും മാറി മാത്രമേ ഉള്ളൂ ചെറുതായിട്ട്. അപ്പോൾ അയാൾ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും പോയി ശ്രദ്ധിച്ചു, ഒന്നുകൂടി പോയി ശ്രദ്ധിച്ചു, സെയിം സംഭവം തന്നെ. അപ്പോൾ വയറ്റിലുള്ള സാധനങ്ങൾ മൊത്തം അയാൾ ശ്രദ്ധിച്ച് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അത് പോയിട്ട് അയാളുടെ എനർജി അങ്ങോട്ട് മാറി, മൊത്തം എനർജി മാറി. പുള്ള ഫേസൊക്കെ ഭയങ്കരമായിട്ട് മാറി. പുള്ള കണ്ണെല്ലാം ഓപ്പൺ, അയാളൊക്കെ അടഞ്ഞിരിങ്ങനെ പകുതിയാണ് തുറയുള്ളായിരുന്നു. പുള്ളിക്ക് ഭയങ്കര ഹൈ എനർജിയിലോട്ട് പുള്ളി വന്നുള്ളതാണ്. ആക്ച്വലി പുള്ളി നമ്മുടെ കുറേ കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ക്ലയൻറ്റ് കൂടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ശത്രുബാധ വരുമ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയും, നിങ്ങൾ ശത്രുബാധ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ വീണ്ടും ശത്രു നിങ്ങളുടെ പുറകെയുണ്ടെങ്കിൽ വീണ്ടും ബാധ വരാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക, ആൾക്കാരിൽ നിന്ന് വാങ്ങി കഴിക്കാതിരിക്കുക. പക്ഷേ ചിലപ്പോൾ നിവൃത്തികളുണ്ടാവും, ആരാണ് തന്നെ ഇപ്പോൾ ഇയാൾക്ക് അറിയാൻ ഉണ്ടാവില്ല, അങ്ങനെ സംഭവിച്ചേക്കണാവാം. അപ്പോൾ അത് കലക്കി നമുക്ക് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും വല്ല ഭസ്മമോ പഞ്ചസാരയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു കലക്കി തന്നത്. നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ ഈ സാധനം നമ്മുടെ കുടലിൽ പറ്റിപ്പിടിച്ച് കിടക്കും. ഇതിൻ്റെ അകത്തൊരു എനർജി ഉണ്ട്, ആ ഒരു നെഗറ്റീവായ എനർജി. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ കുടലിൽ ഇങ്ങനെ വറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ അത് അവിടെ ഇരുന്ന് വളരും. ഈ സാധനം നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് അപ്പം തുടങ്ങും ഗ്യാസ്ട്രിക് പ്രോബ്ലം, പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി, പിന്നെ ഒരു ക്ഷീണം, തളർച്ച, അതേപോലെയുള്ള നിരവധി ലക്ഷണങ്ങൾ. ഞാൻ ആദ്യം ഒറ്റ വീഡിയോ പറഞ്ഞ പോലുള്ള എല്ലാ ലക്ഷണങ്ങളും പിന്നെ പയ്യെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതവിടെ ഇരുന്ന് കൂടുതലും വയറുമ്മലാണ് അത് പിടിക്കുക. ഇത് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു ക്ഷേത്രമുണ്ട്, ഞാൻ പോയിട്ടില്ല, ആലപ്പുഴയിൽ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് വൊമിറ്റ് ചെയ്ത് കളയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. വേറെ എന്തൊക്കെയോ വിദ്യകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തൊക്കെയോ ചില പച്ചില മരുന്നുകളൊക്കെ കലക്കി കുടിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ, കൂടുതൽ എനിക്ക് അറിയത്തില്ല കേട്ടോ, അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. പക്ഷേ നമ്മളുടെ ഹീലിങ്ങിൽ അത്ഭുതകരമായിട്ട് ഈ സാധനം കൈവിഷം പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ വേറൊരാൾ ഹീലിങ്ങിന് വേണ്ടി വന്നിരുന്നു. അത് ശത്രുബാധയായിരുന്നു. ശത്രുബാധ ഉണ്ടായിരുന്നു, അയാൾക്ക് സോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് വന്നിരുന്നപ്പോഴാണ് മനസ്സിലായത് സോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നുള്ളത്. ഇതേപോലെ തന്നെ വന്നിരുന്നപ്പോൾ അയാൾ വൊമിറ്റ് ചെയ്തില്ല, പക്ഷേ അയാൾക്ക് ഭയങ്കരമായിട്ട് അയാൾ പോയിട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന പോലെ കുറേ പ്രാവശ്യം കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളെ അതിനകത്ത് കുറച്ച് ഒരു വെള്ളം കുടിക്കാൻ പറഞ്ഞു. ആ വെള്ളത്തിലൂടെ വെള്ളം എനർജൈസസ് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അവിടെ ശാന്തനായ ആൾ. പിന്നെ അയാൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ നോർമലായിട്ട് അയാളുടെ മുഖമൊക്കെ തെളിഞ്ഞ് വന്ന് അയാൾക്ക് സംഭവിച്ച പോലെ തന്നെ ഫേസ് ഇങ്ങനെ മൊത്തം ഇങ്ങനെ നല്ല വെളിച്ചത്തിലേക്ക് പുള്ളി വന്നിരിക്കുമ്പോഴുള്ള ഫേസ് ഒരു ഡള്ള് ഫേസ് ആയിരുന്നു. പക്ഷേ ആ ഹീലിംഗ് ഒരു മണിക്കൂറല്ല, ഏകദേശം 1.25 മണിക്കൂർ എടുത്താൽ ഹീലിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഹീലിങ്ങിൽ, മഹാകാളി ഹീലിങ്ങിൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. അത് മുമ്പ് സംഭവിക്കാത്ത കാര്യമാണ്, എനിക്ക് അറിഞ്ഞൂടായിരുന്നു അങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. എനിക്കൊരു പുതിയ നോളജാണ്. ഈ കൈവിഷം അതിൽ കൂടി പുറത്തേക്ക് പോകുന്നൊരു സംഭവം കൂടി നമ്മുടെ ഹീലിംഗ് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഹീലിംഗ് ആണ് നമ്മൾ മഹാകാളി ഹീലിംഗ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഹീലിംഗ് ചെയ്യുന്നത് ഞാനല്ല, ഞാൻ
കാളിദേവിനെ പ്രാർത്ഥിക്കുന്നു. ആ ദേവി ആ സമയത്ത് വരുന്നു. ദേവി ആ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു. പിന്നെ അവിടെ ചെയ്യുന്നത് മുഴുവൻ ദേവിയാണ്. ഡയറക്റ്റായിട്ട് ദേവി ചെയ്യുന്നൊരു ഹീലിംഗാണ്. അത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആളുകൾ ഓരോന്ന് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹീലിംഗ് സമയത്ത് അവർക്കുണ്ടാവണ മാറ്റങ്ങൾ, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാവണ വ്യത്യാസങ്ങൾ, ഇൻസ്റ്റൻ്റായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവണ ഓരോരോ മാറ്റങ്ങൾ ചെയ്തവർക്കറിയാം. ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഒന്നുണ്ടോ ഒരു കമൻറ്റ് ഇടുക. കാരണം എനിക്കറിയാം നിങ്ങൾ കമൻറ്റ് ഇടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്തേക്ക് വരുന്നതുകൊണ്ട് കുറേ പേര് കമൻറ്റ് ഇടാനായിട്ട് തയ്യാറാവത്തില്ല. പക്ഷേ ഇത് ആൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ഇടാം, കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം നമ്മൾ ഏറ്റവും വലിയ കാര്യം നമ്മൾക്ക് കിട്ടുന്ന ഒരു ലക്ക് അല്ലെങ്കിൽ ഒരു അനുഭവം, ഒരു ഭാഗ്യം മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു എന്താണ് ഏറ്റവും വലിയ ക്വാളിറ്റി പുറത്തേക്ക് വരുന്നത്. നമ്മളത് നമുക്ക് വേണ്ടി മാത്രം ആവട്ടെ, അല്ലെങ്കിൽ അത് മറ്റുള്ള അറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് നമുക്കുള്ളതാണ്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾ ഒരു ഉന്നതനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെ 2 അനുഭവങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഉണ്ടായി. ഇങ്ങനെ ഒരു കൈവിഷത്തിൻ്റെതായ ഒരു സാധനം ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഹൈലിങ്ങിൽ അതും കൂടി സാധിക്കും എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശത്രുക്കളെ പരമാവധി ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശത്രുവൊക്കെ ഉണ്ടെങ്കിൽ ശത്രുവായിട്ടൊക്കെ കോംപ്രമൈസായി നിങ്ങൾ ശാന്തമായിട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവും. നന്ദി, നമസ്കാരം.